ഹായ് ഓൾ, വെൽക്കം ടു Spurandspices ചിപ്പോട്ട്ലി. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു സ്വീറ്റ് ഡിഷുമായിട്ടാണ്, ജവ്വരി ലഡ്ഡു. ഇതിന് നമ്മൾ സാബുദാന ലഡ്ഡു എന്നും പറയും. ഇതുണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. അപ്പോൾ എങ്ങനെയാ, നമുക്ക് തുടങ്ങാം. അതിനാദ്യം നമുക്ക് വേണ്ടത് 1 കപ്പ് ജവ്വരിയാണ്. ഇത് നമ്മളൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് കുതിരാനായിട്ട് വെക്കാം. ഏകദേശം ഒരു 4 മുതൽ 5 മണിക്കൂറെങ്കിലും വെച്ചാലേ അത് നന്നായി കുതിർന്ന് കിട്ടുകയുള്ളൂ. ഇപ്പം നമ്മുടെ ഏകദേശം 5 മണിക്കൂറോളം ആയിട്ടുണ്ട്. നല്ലോണം ഇത് കുതിർന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സ്ട്രെയിനറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇതിലെ വെള്ളം മുഴുവൻ നന്നായിട്ടൊന്ന് ഊറ്റിക്കളയാം. അപ്പോൾ നമ്മുടെ ജവരിയിലത്തെ വെള്ളമൊക്കെ വാർന്നതായത് നല്ലോണം നമുക്ക് സ്ട്രെയിൻ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മെയിനായിട്ടുള്ള പരിപാടിയിലേക്ക് കിടക്കാം. അതിനായിട്ട് നമ്മളൊരു പാൻ എടുത്തിട്ട് ഒന്ന് ചൂടാക്കാനായിട്ട് വെക്കാം. പാൻ ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഒരു ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഇതിലേക്ക് ആദ്യം ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ആണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് കുറച്ച് കാഷ്യൂവും ബദാമും ഇങ്ങനെ കട്ട് ചെയ്തെടുത്തേക്കാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇതിലേക്ക് ഇടാം. അതായത് നമ്മുടെ മെലൺ സീഡ്സ്, ഈ മത്തയുടെ കുരുവൊക്കെ നമ്മൾ ഇതിലിട്ടാൽ ഭയങ്കര സ്വാദാണ്. ഇതൊന്ന് മൂപ്പിച്ചിട്ട് നമുക്ക് ഇതിൽ നിന്നൊന്ന് എടുത്തു മാറ്റാം. ഇനി നമ്മൾ ഇതേ പാനിലേക്ക് ഊറ്റി വെച്ചിരിക്കുന്ന ജവ്വരി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് ഫ്രൈ ചെയ്യാം. ഒത്തിരി ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ഇപ്പോൾ ആക്ച്വലി നമ്മൾ ഒരു ഫ്രൈഡ് വേർഷനാണ് കാണിക്കുന്നത്. ഇതിൻ്റെ തന്നെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു വേർഷനുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കുതിർത്ത് വെച്ച ജവ്വരീനെ ഒരു ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ട് ഏകദേശം ഒരു 15 മിനിറ്റോളം ഒന്ന് വേവിച്ചിട്ട് പിന്നെ ഇതേ പ്രോസസ്സ് തന്നെ തുടർന്നാൽ മതി. ഇപ്പം ഇങ്ങനെ നേരിട്ട് നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുക വെച്ചാൽ ഈ ജവ്വരി കുറച്ചുകൂടെ ഒരു ക്രിസ്പിനെസ് ഫീൽ ചെയ്യും. അതാണ് ഇതിൻ്റെ ഡിഫറൻസ്. ഇനി ഇതിങ്ങനെ പാകമായി വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് ഒരു 3/4 കപ്പോളം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനനുസരിച്ച് നമുക്കിത് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഇവിടെ ഇപ്പോൾ നമ്മൾ 3/4 കപ്പ് എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പോൾ കറക്റ്റ് മധുരമായിരിക്കും. അത് എല്ലാവർക്കും അത് കഴിക്കാൻ പറ്റും. പഞ്ചസാര നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഇങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. കാരണം അത് ഉരുകി തുടങ്ങുമ്പോൾ എല്ലായിടത്തേക്കും ആ പഞ്ചസാര എത്താൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതുമല്ല, നമ്മൾ വല്ലാതെ ഇളക്കാതിരുന്ന് കഴിഞ്ഞാൽ ഇതിൽ കട്ട പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇതൊന്ന് കുറുകി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ നെയ്യിൽ വറുത്തെടുത്ത് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ നമ്മൾ ഓറഞ്ച് കളറാണ് എടുത്തിരിക്കുന്നത്. അത് ഒരു പിഞ്ച് എടുത്തിട്ട് നമ്മളൊരു ടീസ്പൂൺ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്തിട്ട് അതാണ് ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് തികച്ചും ഓപ്ഷണൽ ആണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ നമ്മുടെ ലഡ്ഡു വൈറ്റ് കളറിലിരിക്കും. ഇതിപ്പോൾ ഒരു ലുക്ക് ആൻഡ് ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കളർ ആഡ് ചെയ്ത് കൊടുത്തത്.
ഇനി ഇത് നന്നായിട്ട് ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ മൊത്തം സ്വീറ്റിൽ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് 2 ടീസ്പൂൺ നെയ്യാണ്. തുടക്കത്തിൽ ഒരു ടീസ്പൂൺ എടുത്തിരുന്നു. പിന്നെ നമ്മൾ ഇപ്പോഴാണ് ഇതിലേക്ക് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ പാകം എന്ന് പറയണത് ഇത് പാനിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരാനും ഇങ്ങനെ ഉരുണ്ട് കൂടാനും തുടങ്ങും. അപ്പോൾ നമ്മളൊരു 2 മിനിറ്റും കൂടെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമ്മൾ ചൂടാറിയതിന് ശേഷം ഇതിൽ നിന്ന് നമ്മൾ ലഡ്ഡു പിടിക്കുള്ളൂ. അപ്പോൾ അതിന് കുറച്ച് മുമ്പായിട്ട് ഒരു 1/2 ടീസ്പൂണോളം ഏലക്കാപ്പൊടിയും കൂടി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ചൂടാറാൻ വെക്കാം. ഇപ്പം ഇത് നല്ലോണം മാറിയിട്ടുണ്ട്. ഇനി നമ്മൾ സാധാരണ ലഡ്ഡുവിന് ചെയ്യണ പോലെ തന്നെ ഇതിൽ നിന്നൊരു ചെറിയ പാകം എടുത്തിട്ട് കയ്യിൽ നന്നായിട്ട് ഉരുട്ടിയിട്ട് റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള ജവ്വരി ലഡ്ഡു എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തതിൻ്റെ ഫീഡ്ബാക്ക് ഞങ്ങളെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം. നിങ്ങളുടെ ലൈക്കും ഷെയറും സപ്പോർട്ടും ഇനിയും ഉണ്ടാവുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.